ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങും എത്താൻ പറ്റാതെ അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാൻ സാധിച്ചു. സബ്സ്ക്രൈബേഴ്സ് ഒരാൾ പോലും അനങ്ങാതെ സ്റ്റക്ക് ആയിട്ടിരുന്ന ആൾക്കാർക്ക് പോലും സബ്സ്ക്രൈബേഴ്സ് കൂടി, വാച്ച് അവർ കൂടി. പല യൂട്യൂബിലെ ബിഗിനേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. വാച്ച് അവർ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂട്യൂബിലെ ബിഗിനേഴ്സിനും അതുപോലെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലങ്ങളായി പക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ എന്നുള്ളതും ഇതുവരെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് മോണിറ്റൈസേഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ഒരു യൂട്യൂബിലേക്ക് കടക്കുമ്പോഴായിരിക്കും അവർക്ക് അറിയുന്നത് മോണിറ്റൈസേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത്. ഇത് ലോങ് വീഡിയോസിന്റെ കാര്യമാണ്. ഷോർട്സിലാണെങ്കിൽ നമുക്ക് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് കിട്ടിയിരിക്കണം. അപ്പൊ എല്ലാരും കരുതും നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർ കാണുന്നത്. ലോങ് വീഡിയോസ് ഇപ്പൊ ഒരു 10, 20, 30 ആൾക്കാർ മാത്രം കാണുന്നിടത്ത് നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 1000 ആൾക്കാരെങ്കിലും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഷോർട്സ് അല്ലേ നല്ലത് എന്നുള്ളത്. പക്ഷെ എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ നമുക്ക് 90 ദിവസം മാത്രമാണ് ഷോർട്സിന് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത്. ലോങ് വീഡിയോസിനാണെങ്കിൽ ഒരു വർഷം, അതായത് 365 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഉണ്ടാക്കിയെടുക്കേണ്ടത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ബിഗിനേഴ്സിന് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലായി കഴിഞ്ഞാലും ചാനലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചിരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ടൈമില് അധികം ആൾക്കാരും ഷോർട്സ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ടാവുക. എന്നിട്ട് അവർക്ക് വാച്ച് അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവില്ല. മെയിൻ ആയിട്ട് അവർക്ക് അറിയില്ല ഈ ഷോർട്സിലൂടെ അല്ല നമുക്ക് വാച്ച് അവർ കൂടുന്നത്, ലോങ് വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരായിരിക്കും, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവരിടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കൊണ്ട് ബ്രേക്ക് ആയി പോകും അവർക്ക് യൂട്യൂബ് എന്നുള്ളത്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടുന്നത്ര വ്യൂസ് കിട്ടില്ല. ഇത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എനിക്ക് ആദ്യമൊക്കെ നിങ്ങൾ എന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലോങ് വീഡിയോസിനൊക്കെ ഒരു 1K അബോവ് എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഒരു ടോപ്പിക്കിന് നല്ല രീതിയിൽ ഒരു 2-3 മന്ത്സ് ഗ്യാപ്പ് വന്നു. ഞാൻ വീഡിയോസ് ചെയ്യുന്നതൊക്കെ കുറഞ്ഞു. ആ ഒരു സമയത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എമൗണ്ട് കുറഞ്ഞു. ഒരു ഡെയിലി എനിക്കൊരു 10-15 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു സബ്സ്ക്രൈബർ പോലും ഒരാഴ്ച പോലും കൂടാത്തൊരു സിറ്റുവേഷൻ ആയി. അത് കഴിഞ്ഞ് ഞാൻ എന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും സെയിം ടോപ്പിക്കിനെ കുറിച്ചിട്ട് സെയിം കണ്ടന്റിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, വ്യൂസും വരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നമുക്ക് എത്ര വ്യൂസ് ഉള്ളിടത്ത് നിന്ന് നമ്മളൊരു ബ്രേക്ക് നമ്മൾ യൂട്യൂബിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു വരുമാനമായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടണം എന്നൊക്കെ ആഗ്രഹം കൊണ്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് വരാതെ കൺസിസ്റ്റൻസിയോടുകൂടി വീഡിയോസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അത് ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോസ് ആയിക്കോട്ടെ. പിന്നെ പറയുന്നത് എന്ന് വെച്ചാല് നമ്മള് വാച്ച് അവർ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലോങ് വീഡിയോസിൽ തന്നെയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലില് നമ്മൾ ഒരുപോലെ ഷോർട്സും ലോങ് വീഡിയോസും കൊണ്ടുപോവുക. കാരണം രണ്ടിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ലോങ് വീഡിയോസിൽ നമുക്ക് വാച്ച് അവർ ലഭിക്കുമെങ്കിൽ ഷോർട്സിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എമൗണ്ടും കൂട്ടാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് വീഡിയോ ആണോ ചെയ്യുന്നത് അതിന്റെ തന്നെ ഒരു ഷോർട്സ് ആയിട്ട് നമുക്ക് ചെയ്ത് അതിലെ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ലോങ് വീഡിയോസ് കൊടുത്തു കഴിഞ്ഞാല് ഈ ഷോർട്സ് കാണുന്നവർക്ക് അത് കുറച്ചുകൂടി അധികം കാണണം എന്നുണ്ടെങ്കിൽ ഈ ലോങ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ലോങ് വീഡിയോസിന്റെ വ്യൂസ് നമുക്ക് കൂട്ടാൻ സാധിക്കും, വാച്ച് അവർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴേലും എന്തെങ്കിലും ഒരു ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് വാച്ച് അവർ കൂടുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ടൈറ്റില്, തംബ്നെയില്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി.
ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടാൻ സഹായിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലെ ടൈറ്റിലോ അല്ലെങ്കിൽ തംബ്നെയിലോ അട്രാക്റ്റീവ് അല്ല, മറ്റുള്ള വ്യൂവേഴ്സിന് കാണണമെന്ന് തോന്നുന്ന തരത്തിലുള്ളതല്ല എങ്കിൽ അവരത് ക്ലിക്ക് ചെയ്യില്ല. അവർക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഒരു വ്യൂവർ, ആസ് എ വ്യൂവർ നിങ്ങളാണ് ഒരു വ്യൂവർ എങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എന്താണ്, സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അതിലെ തംബ്നെയിൽ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഓരോ വീഡിയോസും ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മറ്റുള്ള ഓഡിയൻസിന് കാണണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കേണ്ടത്. നമ്മൾ എത്ര നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല, അതിന്റെ തംബ്നെയിൽ നമ്മൾ ക്യാച്ചി അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഞാനടക്കം പല യൂട്യൂബിലെ ബിഗിനേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, നമുക്ക് ലോങ് വീഡിയോസിന് വാച്ച് അവർ ലഭിക്കാൻ വേണ്ടിയിട്ട് 1 വർഷം ടൈം ഉണ്ട്, അപ്പൊ പിന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് ലോങ് വീഡിയോസിന്റെ ടൈം നീട്ടി വെക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ലോങ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് അപ്ലോഡ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ വിടൂ, അതുവഴി നമുക്ക് വ്യൂസ് കിട്ടൂ. അങ്ങനെ മാത്രമേ നമ്മുടെ വാച്ച് അവർ കൂടി ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാതെ വേറൊരു കുറുക്ക് വഴികൾ അല്ലെങ്കിൽ വളഞ്ഞ വഴിയൊന്നും നോക്കിയിട്ട് നമ്മുടെ വാച്ച് അവർ ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ വ്യൂവേഴ്സ് കാണണം, അതുവഴി മാത്രമേ വാച്ച് അവർ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കൂ. ടൈം ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഒരിക്കലും ഡിലേ ചെയ്യരുത് വീഡിയോ എടുക്കാനും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ. നമുക്കൊരു ഏർണിങ്സ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ നിൽക്കുക. നമ്മൾ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കൂ. നെക്സ്റ്റ് പറയാനുള്ളൊരു ടിപ്പാണ്, നമ്മളിപ്പോ ഒരു കുക്കിംഗ് വീഡിയോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാ. പൊതുവെ ആൾക്കാർ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആണല്ലോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മളിപ്പോ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വേണ്ടത്ര വ്യൂസോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അപ്പൊ നിങ്ങളൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും ഒരു ഡിഷോ നിങ്ങൾ ചൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഷ് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും നിങ്ങളായിരിക്കില്ലല്ലോ. മറ്റ് പല യൂട്യൂബേഴ്സും നമ്മുടെ കുക്കിംഗ് വ്ളോഗേഴ്സും ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു ഡിഷിന്റെ പേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ആർക്കാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. കണ്ടിട്ട് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക. അത് അങ്ങനെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് ഈ ഒരു വീഡിയോ അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ കുക്കിംഗ് എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്, എവിടെയാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു നമുക്ക് തന്നെ തോന്നില്ലേ ഈ ഒരു ഭാഗം അടിപൊളിയായിട്ടുണ്ടെന്ന്. നിങ്ങൾ ആസ് എ വ്യൂവർ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്, ആ ഒരു സംഭവത്തിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ ക്രിയേഷനിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസും ഒരു പരിധി വരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് സഹായിക്കും. സോ ഒരിക്കലും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ എടുത്ത് അവർ യൂസ് ചെയ്ത വേർഡ്സോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത സ്റ്റൈലോ അങ്ങനെ എടുത്ത് കോപ്പി ചെയ്തിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യരുത്. അതല്ലാതെ നിങ്ങളുടെ സ്റ്റൈലില് നിങ്ങളുടെ ഒരു രീതിയിൽ അതിനെ മെച്ചപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യൂസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങും എത്താൻ പറ്റാതെ അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഡിമോട്ടിവേറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എമൗണ്ട് കൂട്ടാൻ സാധിക്കും, വാച്ച് അവർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 രൂപ പോലും ഫീസായിട്ടോ അല്ലെങ്കിൽ ക്യാഷോ വാങ്ങാതെയാണ് ഈ ഒരു ഗ്രൂപ്പ് റൺ ചെയ്ത് പോകുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാൻ സാധിച്ചു. സബ്സ്ക്രൈബേഴ്സ് ഒരാൾ പോലും അനങ്ങാതെ സ്റ്റക്കായിട്ടിരുന്ന ആൾക്കാർക്ക് പോലും സബ്സ്ക്രൈബേഴ്സ് കൂടി, വാച്ച് അവർ കൂടി. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവര് നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളിലേക്ക് വന്നു, അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടി എന്നുള്ളത് കേൾക്കുമ്പോൾ അവരെക്കാളും കൂടുതൽ സന്തോഷമാണ് നമ്മൾ. നിങ്ങൾക്കും ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് സ്റ്റക്ക് ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് മീറ്റ് ചെയ്യണം, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക്
സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പൊ കുറച്ച് റിപ്ലൈ ഡിലേ ആയി കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ റിപ്ലൈ ചെയ്ത് വരുവാണ്. നമ്മുടെ വീഡിയോ യൂട്യൂബിലെ ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഞാൻ വേറെയും കുറച്ച് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.